ഇറാനിൽ ഘോരമായ വ്യോമ മിസൈൽ ആക്രമണം നടത്തി അമേരിക്ക. ഓർക്കാപ്പുറത്തും അപ്രതീക്ഷിതവുമായ ആക്രമണത്തിൽ പകച്ച് ഇറാൻ. ചൊവ്വാഴ്ച ഹോർമുസ് കടലിടുക്കിൽ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിനുള്ള ശിക്ഷയാണ് ഈ ആക്രമണമെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. എണ്ണക്കപ്പലുകൾ ആക്രമിച്ചാൽ കനത്ത നഷ്ടം ഇറാനിൽ ചുമത്തുമെന്നും അമേരിക്ക അറിയിച്ചു. ഇറാന്റെ ബന്ദർ അബ്ബാസിന്റെ കിഴക്കും പടിഞ്ഞാറും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ എണ്ണശേഖരത്തിലേക്കാണ് അമേരിക്കൻ മിസൈലുകൾ പാഞ്ഞു കയറിയത്. വാണിജ്യ മത്സ്യബന്ധന തുറമുഖങ്ങളിലും മിസൈൽ പതിച്ചതായി സിറിക് തുറമുഖത്ത് നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ 3 ടാങ്കറുകളിൽ പ്രൊജക്ടൈലുകൾ പതിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണങ്ങൾ നടന്നത്. അതായത് ഇറാന്റെ ആക്രമണത്തിലൂടെ തന്നെ മാരകമായ തിരിച്ചടി നൽകുകയായിരുന്നു. 2 ഡ്രോൺ വിട്ട് ഇറാൻ രംഗത്ത് വന്നപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന നാശനഷ്ടങ്ങൾ ഒരു കുന്നോളമെന്നും അതിമാരകമെന്നും പറയാം. ആക്രമണങ്ങളെ തുടർന്ന് ഇറാനിയൻ എണ്ണ വിൽപ്പന അനുവദിച്ച ലൈസൻസ് അമേരിക്ക പിൻവലിച്ചു. ഇറാനെതിരെ വീണ്ടും എണ്ണ ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഇറാൻ വിദേശ കപ്പലുകളെ ആക്രമിച്ചുണ്ടാക്കുന്ന നഷ്ടവും യുദ്ധത്തിന്റെ ചിലവുകളും ഇറാന്റെ വിദേശത്തുള്ള നിക്ഷേപത്തിൽ നിന്നും ഈടാക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി. ഇറാനിയൻ ലക്ഷ്യങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു പരമ്പര നടത്തിയതായി US സെൻട്രൽ കമാൻഡ് ഒരു പ്രസ്താവന പുറത്തിറക്കി. ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളിലും US ഇറാൻ ചർച്ചകൾക്കുള്ള ചട്ടക്കൂടിനെ നിയന്ത്രിക്കുന്ന ധാരണാപത്രത്തിന്റെ ആവർത്തിച്ചുള്ള ലംഘനങ്ങളിലും തങ്ങളെ അഗാധമായി അസ്വസ്ഥരാക്കിയെന്നും US സെൻട്രൽ കമാൻഡ് പറയുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുമ്പോൾ 3 വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഇറാനെതിരെ അമേരിക്ക ശക്തമായ സൈനിക ആക്രമണം കൂടി ആരംഭിച്ചതോടെ ഇറാൻ യുദ്ധം വീണ്ടും സജീവമാവുകയാണ്. വാണിജ്യ ഷിപ്പിംഗിനെ ലക്ഷ്യം വെക്കുന്നതിനും ആക്രമിക്കുന്നതിനും കനത്ത ചിലവ് ചുമത്തുന്നതിനാണ് നടപടി സ്വീകരിച്ചതെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിലെ ഒരു പോസ്റ്റിൽ പ്രഖ്യാപിച്ചു. പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു: ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് US ആക്രമണം. കൂടാതെ വാണിജ്യ ഷിപ്പിംഗിനെ ലക്ഷ്യം വെക്കുന്നതിനും ആക്രമിക്കുന്നതിനും കനത്ത ചിലവ് ചുമത്തും. ഇറാന്റെ പ്രകടമായ ആക്രമണം അനാവശ്യവും അപകടകരവും വെടിനിർത്തലിന്റെ വ്യക്തമായ ലംഘനവുമായിരുന്നു പ്രസ്താവന കൂട്ടിച്ചേർത്തു. ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ, ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കുന്ന മിസൈലുകൾ, കപ്പൽ വിരുദ്ധ മിസൈൽ സൈറ്റുകൾ, ഡ്രോൺ വിക്ഷേപണ സൈറ്റുകൾ, തുറമുഖ സൗകര്യങ്ങൾ എന്നിവ തകർത്തതായി അമേരിക്ക അറിയിച്ചു. പുതിയ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കഴിഞ്ഞ മാസത്തെ ഇടക്കാല കരാറിനെ ഗുരുതരമായ അപകടത്തിലാക്കുന്നു. മറുവശത്തെ ആക്രമണങ്ങൾ ആ കരാറിന്റെ നിബന്ധനകൾ ലംഘിച്ചുവെന്ന് US ഉം ഇറാനും പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.